വെൽക്കം ടു വെൽ ഫോക്കസ്. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് നെഗോഷിയേഷൻ ഓഫ് എ ബില്ലാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ദ ടേം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് മീൻസ് എ റിട്ടൺ ഡോക്യുമെൻറ്റ് വിച്ച് ക്രിയേറ്റ് റൈറ്റ് ഇൻ ഫേവർ ഓഫ് സം പേഴ്സൺ ആൻഡ് വിച്ച് ഈസ് ഫ്രീലി ട്രാൻസ്ഫറബിൾ. എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറഞ്ഞാൽ? അത് റിട്ടൺ ഡോക്യുമെൻ്റാണ്. അത് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതായത് നമുക്ക് അതിൽ കൈമാറാൻ സാധിക്കും. അല്ലെങ്കിൽ അതിൻ്റെ റൈറ്റ് കൈമാറാൻ സാധിക്കും. കൈമാറുമ്പോൾ അതായത് ഇൻ ഫേവർ ഓഫ് സം പേഴ്സൺ, മറ്റൊരു പേഴ്സണ് ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ റൈറ്റ് അയാൾക്ക് അനുകൂലമായ രീതിയിൽ നമുക്ക് കൈമാറാൻ സാധിക്കും. അതായത് ഞാൻ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഞാൻ വേറെ ആൾക്ക് ഡെലിവർ ചെയ്യുകയാണെങ്കിൽ കൈമാറുമ്പോൾ എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിലെ ആ ഒരു റൈറ്റ് അയാൾക്ക് ലഭിക്കുകയാണ്. ആൻഡ് വിച്ച് ഈസ് ഫ്രീലി ട്രാൻസ്ഫറബിൾ. അത് ഫ്രീലി ട്രാൻസ്ഫറബിൾ ആയിരിക്കും. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് എന്താണ്? ഫ്രീലി ട്രാൻസ്ഫറബിൾ ആയിരിക്കും. A bill being a negotiable instrument may be transferred from one person to another who then acquires all the rights in it. അതായത് ഒരു ബില്ലും എന്താണ്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. നമുക്കിത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമ്പോൾ ആർക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അയാൾക്ക് എന്ത് കിട്ടും? ആ ഒരു ബില്ലിലത്തെ റൈറ്റ്സ്, അതായത് ആ എമൗണ്ട് ലഭിക്കാനുള്ള റൈറ്റ് ഉണ്ടല്ലോ, അതാണല്ലോ നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇഷ്യൂ ചെയ്യുന്നത്. ആ റൈറ്റ് അയാൾക്ക് കിട്ടും. who then acquires all the rights in it. A bill negotiable instrument in its origin continues to be negotiable. It may reissue until it harshes. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് നെഗോഷ്യബിൾ ആണ്, റീഇഷ്യൂ ചെയ്യാം. അല്ലെങ്കിൽ ഏത് സമയത്ത് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റും? ഇത് റെസ്ട്രിക്റ്റീവ്ലി എൻഡോസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അത് റെസ്ട്രിക്റ്റീവ്ലി എൻഡോസ് ചെയ്ത ഡോക്യുമെൻറ്റ് പിന്നെ നമുക്ക് അങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്താണ് റെസ്ട്രിക്റ്റീവ് എൻഡോസ്മെൻറ്റ് ഞാൻ അതിൽ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ ഡിസ്ചാർജ് ബൈ പേയ്മെൻറ്റ് ഓർ അതർവൈസ്. അല്ലെങ്കിൽ ആ ബില്ല് പേയ്മെൻറ്റോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ആ ബില്ല് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ബില്ല് നെഗോഷ്യബിൾ ചെയ്യാൻ പറ്റില്ല. എ ഹോൾഡർ മേ എൻഡോസ് ഓവർ ഓർ ട്രാൻസ്ഫർ ബിൽ ആൻഡ് ഇറ്റ്സ് കണ്ടെയ്ൻസ് ഇൻ ദ ബോഡി ദർ ഓഫ് വേർഡ്സ് പ്രോഹിബിറ്റിംഗ് ട്രാൻസ്ഫർ ഓർ ഹേർഡ് എ റെസ്ട്രിക്റ്റീവ് എൻഫോഴ്സ്മെൻറ്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, റെസ്ട്രിക്റ്റീവ് എൻഡോസ്മെൻറ്റ് ഉള്ളൊരു ബില്ല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനി ഫെർദർ എൻഡോസ് ചെയ്യാനോ ട്രാൻസ്ഫർ ചെയ്യാനോ പറ്റില്ല. റെസ്ട്രിക്റ്റീവ് എൻഡോസ്മെൻറ്റ് എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലേറ്റർ പാർട്സിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇഫ് എ ബിൽ ഇസ് പേയബിൾ ടു ബയറർ it is transferred by simple delivery. If payable to order, it is transferred by endorsement and delivery. That is requires holder's signature on the back of it before being passed on. അതായത് നമ്മൾ ബെയറർക്കാണ് ബില്ല് പേ ചെയ്യുന്നത്. ബെയറർ എന്ന് പറഞ്ഞാൽ സിംപ്ലി ആ ബില്ല് ഹോൾഡ് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന ആരാണോ അതാണ് ബെയറർ. അപ്പോൾ നമ്മൾ ബെയറർക്കാണ് ബില്ല് പേ ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് അങ്ങനത്തെ ഒരു ബില്ല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിംപ്ലി ബൈ ജസ്റ്റ് ഡെലിവറി, മിയർ ഡെലിവറി വെച്ച് നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷേ ആ ഒരു പേബിൾ ടു ഓർഡർ എന്ന് പറഞ്ഞൊരു സ്പെസിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സ്പെസിഫിക് ഇൻഡിവിജ്വലിനെ മെൻഷൻ ചെയ്തിട്ടുള്ള, അതായത് റെസ്ട്രിക്റ്റീവ് എൻഡോസ്മെൻറ്റ് എന്താ പറയുക, അങ്ങനെയുള്ളൊരു ബില്ലാണെങ്കിൽ, അങ്ങനത്തെ പേബിൾ ടു ഓർഡർ ബില്ലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മിയർ ഡെലിവറി നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. എൻഡോസ്മെൻറ്റ് വഴി മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. എൻഡോസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബില്ലിൻ്റെ ബാക്കിൽ ഫേസിലോ അതിലൂടെ എനി സൈഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് എൻഡോസ്മെൻറ്റ് ആർക്കാണെന്ന് സൈൻ ചെയ്യാൻ എൻഡോസ്മെൻറ്റ് എന്ന് പറയുക. ഫേസിലോ ബാക്കിലോ കിട്ടും. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ആർക്കാണത് പേബിൾ ടു ഓർഡർ ബിൽസ് ആയിരിക്കും, അത് ആർക്കാണത് പേഷ്യൻ്റിൽ നിന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ബില്ല് എൻഡോസ്മെൻറ്റ് വരും. ഇങ്ങനെ സൈൻ ചെയ്ത ശേഷം മാത്രമേ ഇത് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് മിയർ ട്രാൻസ്ഫർ അത് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ബെയറർക്കാണ് പേബിൾ എങ്കിൽ അത് നമുക്ക് സിമ്പിൾ ഡെലിവറി നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ പേബിൾ ടു ഓർഡർ ആണെങ്കിൽ നമുക്കത് എൻഡോസ്മെൻറ്റ് വഴി മാത്രമേ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇൻ എനി കേസ് ഇറ്റ്സ് അഡ്വൈസബിൾ ടു ഒബ്റ്റെയിൻ ദ എൻഡോസ്മെൻറ്റ് ഓഫ് എ ട്രാൻസ്ഫർ ഇൻ ഓർഡർ ടു മേക്ക് ഹിം ലൈബിൾ ആസ് എ പാർട്ടി ഓഫ് ബിൽ. ഇനി നമ്മൾ ഏത് കേസ് ഓഫ് ബില്ലാണെങ്കിലും ഇറ്റ് ഈസ് എന്താണ്, നമുക്ക് എൻഡോസ് ചെയ്തത് ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളത്. അപ്പോഴാണ് നമുക്ക് ആ എന്താ പറയുക, ആ ട്രാൻസ്ഫറിനെ ആ ഒരു ബില്ലിൽ ലൈബിളാക്കാൻ പറ്റും. സപ്പോസ് നമുക്ക് ഈ ബില്ല് എല്ലായ്പ്പോഴും എന്തായിക്കൊള്ളുന്നില്ല, ഹോണ്ടർ ചെയ്തുകൊള്ളുന്നില്ല, ചിലപ്പോൾ ഡിസോണ്ടർ ആവാം അല്ലേ. നോൺ അക്സെപ്റ്റൻസും നോൺ പേയ്മെൻറ്റും ഒക്കെ ബില്ലിൻ്റെ കാര്യത്തിൽ നമുക്ക് വരുന്ന ലയബിലിറ്റീസാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾ ട്രാൻസ്ഫർ ലൈബിളാക്കണമെങ്കിൽ എൻഡോസ്മെൻറ്റ് വഴി ബില്ല് ഡെലിവറി എന്താണ് എപ്പോഴും എന്താണ് നല്ലൊരു രീതി എന്ന് പറയുന്നത്. വിച്ച് ഹീ വുഡ് നോട്ട് ബി അതർവൈസ് അല്ലേ. അത്രയേ ഉള്ളൂ കേട്ടോ. നെഗോഷിയേഷൻ എന്താണ്? ഒരു ബില്ല് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇറ്റ് ക്യാൻ നെഗോഷിയേറ്റ് ചെയ്യാം. ഒന്നുകിൽ ബൈ ട്രാൻസ്ഫർ നെഗോഷിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബൈ എൻഡോസ്മെൻറ്റ് നെഗോഷിയേറ്റ് ചെയ്യാം. പേബിൾ ടു ബയർ ടൈപ്പ് ബില്ലാണെങ്കിൽ വി ക്യാൻ നെഗോഷിയേറ്റ് ബൈ സിമ്പിൾ ഡെലിവറി. അല്ല, ഇത് പേബിൾ ടു ഓർഡർ ബില്ലാണെങ്കിൽ വി ക്യാൻ നെഗോഷിയേറ്റ് ഓൺലി ബൈ ദി എൻഡോസ്മെൻറ്റ് വഴി മാത്രമേ നമുക്കത് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത്രയാണ് നമ്മൾ പറഞ്ഞു വന്നത്.
ഇനി എന്താണ് എൻഡോഴ്സ്മെൻറ്റ്? ദ വേർഡ് എൻഡോഴ്സ്മെൻറ്റ് ഇൻ ലിറ്ററൽ സെൻസ് മീൻസ് റൈറ്റിംഗ് ഓൺ ദ ബാക്ക് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. ഇൻ ലിറ്ററൽ മീനിങ് എന്താണ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെൻ്റ് ബാക്കിൽ സൈൻ ചെയ്യുന്നുള്ളതാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്റ്റിൽ പറയുന്നത് ദ റൈറ്റിംഗ് ഓഫ് വൺസ് നെയിം ഓൺ ദ ബാക്ക് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ഓർ എനി പേപ്പർ അറ്റാച്ച്ഡ് ടു ഇറ്റ് വിത്ത് ഇൻറ്റൻഷൻ ഓഫ് ട്രാൻസ്ഫറിങ് ദ റൈറ്റ്സ് ദോറിൻ. അതായത് നമ്മളൊരു ബില്ലിൻ്റെ ബാക്കിൽ സൈൻ ചെയ്യണം. ആ ബില്ലിൻ്റെ എന്ന് പറഞ്ഞാൽ ബില്ല് മാത്രമല്ല, പൊതുവെ ഇങ്ങനത്തെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിൻ്റെ ബാക്കിൽ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസ് എന്ന് പറയുമ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചോ പ്രോമിസറി നോട്ടോ ചെക്കോ ഒക്കെ എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ബാക്കിൽ സൈൻ ചെയ്യുക, അല്ലെങ്കിൽ ബാക്കിൽ അല്ലെങ്കിൽ ഒരു പേപ്പർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകുമ്പോൾ അതിൽ സൈൻ ചെയ്യുകയാണ്, അതിനെ അലോങ് എന്ന് പറയും. എന്തിട്ടുള്ള അങ്ങനെ സൈൻ ചെയ്യുന്നത്? ആ ബില്ല് അടങ്ങിയിരിക്കുന്ന റൈറ്റ് വേറൊരു വ്യക്തിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ അങ്ങനെ സൈൻ ചെയ്ത് കൊടുക്കുന്നത്. ദിസ് എൻഡോഴ്സ്മെൻറ്റ് ഇസ് സൈനിങ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് നെഗോഷിയേഷൻ പേർപ്പസിന് വേണ്ടി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ മുകളിൽ സൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ എൻഡോഴ്സ്മെൻറ്റ് മീൻസ് സൈനിങ് ഓൺ ദ ഇൻസ്ട്രുമെൻറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് നെഗോഷിയേഷൻ. ദ പേഴ്സൺ ഹു എഫക്ട് ദ എൻഡോഴ്സ്മെൻറ്റ് ഇസ് കോൾഡ് എൻഡോഴ്സർ. എൻഡോഴ്സ്മെൻറ്റ് ചെയ്യുന്ന ആളെ എൻഡോഴ്സർ എന്നും, ആൻഡ് ദ പേഴ്സൺ ടു ഹും ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഇസ് ട്രാൻസ്ഫർഡ് ബൈ എൻഡോഴ്സ്മെൻറ്റ്. ആർക്കാണോ എൻഡോഴ്സ്മെൻറ്റ് വഴി ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫർ ചെയ്ത് അവരെ എൻഡോഴ്സി എന്ന് വിളിക്കും. മനസ്സിലായില്ലേ? മനസ്സിലായിരിക്കണം, ക്ലിയർ ആയിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഒന്നുമില്ല, മനസ്സിലാക്കുക. ഒരു ബില്ല് നെഗോഷിയേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ബില്ലിൽ സൈൻ ചെയ്യുന്നു. ബാക്കോള ഫേസിൽ നമുക്ക് സൈൻ ചെയ്യാം, അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അല്ലെങ്കിൽ എന്താണ്, ഒരു പേപ്പർ അറ്റാച്ച് ചെയ്തിട്ടുള്ളതിൽ നമ്മൾ സൈൻ ചെയ്യുന്നു. ഇത് ഒരു ഉദ്ദേശം എന്താണ്, നെഗോഷിയേഷനാണ്. അങ്ങനെ ആ ഒരു എന്താ പറയുക, എൻഡോഴ്സ്മെൻറ്റ് ചെയ്യുന്ന ആൾ എൻഡോഴ്സർ എന്നും, ആർക്ക് വേണ്ടിയിട്ടാണോ എൻഡോഴ്സ്മെൻറ്റ്, ദ പേഴ്സൺ to whom the negotiable instrument is transferred is called endorsee. Okay, ഇനി എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് എൻഡോഴ്സ്മെൻറ്റ്. എന്താണ് ഒരു വാലിഡ് എൻഡോഴ്സ്മെൻറ്റിൻ്റെ എസെൻഷ്യൽസ് എന്നാണ് പറയുന്നത്. ഫോളോയിങ് ആർ ദ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് എൻഡോഴ്സ്മെൻറ്റ്. ഇറ്റ് മസ്റ്റ് ബി ഓൺ ദ ഇൻസ്ട്രുമെൻറ്റ്. നമ്മൾ പറഞ്ഞു സൈൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ സൈൻ ചെയ്യുന്നത് എവിടെ തന്നെ ആയിരിക്കണം, ഇൻസ്ട്രുമെൻറ്റിൽ തന്നെ ആയിരിക്കണം. ദ എൻഡോഴ്സ് മേ ബി ഓൺ ദ ബാക്കിലായിരിക്കാം, ഓർ ഫേസ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്, or if no space left, ഒരു സ്പേസും അവിടെ ബാക്കിയില്ലെങ്കിൽ ഇറ്റ് മേ ബി ഓൺ എ സെപ്പറേറ്റ് പേപ്പർ. അപ്പോൾ ഒന്നെങ്കിൽ ബാക്കിൽ അല്ലെങ്കിൽ ഫേസിൽ, ഇഫ് ദർ ഇസ് നോ സ്പേസ് ലെഫ്റ്റ് ഓൺ ദി പേപ്പർ, ഇറ്റ് മേ ബി ഓൺ ദി അനദർ പേപ്പർ, അല്ലേ, മെയ്ഡ് ഓൺ ദി സെപ്പറേറ്റ് പേപ്പർ വിച്ച് ഇസ് അറ്റാച്ച്ഡ് ടു ദി ഇൻസ്ട്രുമെൻറ്റ്. അതിനെയാണ് നമ്മൾ അലോങ് എന്ന് പറയുക. ഇറ്റ് ഷുഡ് ബി ഇൻ ഇങ്കിലായിരിക്കണം സൈൻ ചെയ്യേണ്ടത്. ദെൻ ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് ബൈ ദ മേക്കർ ഓർ ഹോൾഡ് ദ ഇൻസ്ട്രുമെൻറ്റ്. എ സ്ട്രേഞ്ചർ കനോട്ട് എൻഡോഴ്സ് ഇറ്റ്. ആരാണോ ആ ഒരു ഇൻസ്ട്രുമെൻ്റ് മേക്കർ അല്ലെങ്കിൽ ഹോൾഡർ, അവർക്കാണ് എൻഡോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചർക്ക് വന്നിട്ട് ഒരു ബില്ല് എന്ത് ചെയ്യാൻ പറ്റില്ല, എൻഡോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് മസ്റ്റ് ബി സൈൻ ബൈ ദ എൻഡോഴ്സർ. എൻഡോഴ്സർ ആയിരിക്കണം സൈൻ ചെയ്യേണ്ടത്. ഫുൾ നെയിം ഈസ് നോട്ട് എസെൻഷ്യൽ. ഫുൾ നെയിമൊന്നും എസെൻഷ്യൽ അല്ല, അതിൽ വേണമെന്നില്ല. ഇനീഷ്യൽ മേ സർഫീസ്, ഇനീഷ്യൽ കൊടുക്കാം. തമ്പ് ഇംപ്രഷൻ ഷുഡ് ബി അറ്റസ്റ്റഡ്. സിഗ്നേച്ചർ മേ ബി മെയ്ഡ് ഓൺ എനി പാർട്ട് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. എ റബ്ബർ സ്റ്റാമ്പ് ഈസ് നോട്ട് അക്സെപ്റ്റഡ്. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാത്തതൊക്കെ സിമ്പിൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ബട്ട് ദ റെസിഗ്നേഷൻ ദ ഹോൾഡർ ക്യാൻ ബി ഡൺ ബൈ റബ്ബർ സ്റ്റാമ്പ്. Okay, it may be made either by the endorser merely signing the name of instrument. അതായത് എൻഡോഴ്സ്മെൻറ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻഡോഴ്സ്മെൻറ്റ് ഉണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇൻസ്ട്രുമെൻറ്റിൽ ഒരു സൈൻ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഇൻസ്ട്രുമെൻറ്റിനെ എൻഡോഴ്സ് ചെയ്യാം. അതിന് നമ്മൾ ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ ഓർ ബൈ എനി വച്ച് ഷോയിങ് ആൻ ഇൻറ്റൻഷൻ ടു എൻഡോഴ്സ് ഒരു ട്രാൻസ് ഇൻസ്ട്രുമെൻറ്റ് സ്പെസിഫൈഡ് പേഴ്സൺ. ഞാൻ പറഞ്ഞു പേബിൾ ടു ഓർഡർ, അല്ലേ. അപ്പോൾ സ്പെസിഫൈഡ് പേഴ്സണെ, സ്പെസിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷനെയോ എടുത്തുകൊണ്ട് നമുക്ക്, അതായത് എടുത്ത് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എൻഡോഴ്സ് ചെയ്യാം. അതൊരു എൻഡോഴ്സ്മെൻറ്റ് ഇൻ ഫുള്ളാണ്. ആദ്യത്തെ മിയർ സൈനിങ് എന്നുള്ളത് ഇറ്റ്സ് എൻ എൻഡോഴ്സ്മെൻറ്റ് ഇൻ ബ്ലാക്ക്. നോ സ്പെസിഫിക് ഫോം ഓഫ് വേർഡ് ഇസ് പ്രിസ്ക്രൈബ് ഫോർ എൻ എൻഡോഴ്സ്മെൻറ്റ്. എൻഡോഴ്സ്മെൻറ്റ് സ്പെസിഫിക് ഫോം ഓഫ് വേർഡ് ഒന്നും പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. ബട്ട് ഇൻറ്റൻഷൻ ടു ട്രാൻസ്ഫർ മസ്റ്റ് ബി പ്രസൻറ്റ്. ആ ഒരു എൻഡോഴ്സ്മെൻറ്റ് എന്ന പ്രോസസ്സിൽ നമുക്ക് ഇൻറ്റൻഷൻ ടു ട്രാൻസ്ഫർ ഇൻറ്റൻഷൻ എന്തായാലും പ്രസൻ്റ് ആയിരിക്കണം. വെൻ എ ബിൽ ഓർ നോട്ട് പേബിൾ ടു ഓർഡർ, the endorser's name is wrongly spelled. It should be when endorsers sign the name as spelled in the instrument and write the correct spelling within the bracket after instrument. നമ്മളൊരു ബില്ല് എൻഡോഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നെയിം നമ്മൾ റോങ് ആയിട്ട് നമ്മൾ സ്പെൽ ചെയ്യാൻ വെച്ചില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സൈൻ ചെയ്യണത് ഏതാണോ ഇൻസ്ട്രുമെൻറ്റിൽ കൊടുത്ത നെയിം അത് വെച്ചിട്ട് ബ്രാക്കറ്റിൽ എന്ത് ചെയ്യുക, നമ്മളെ കറക്റ്റ് നെയിം എന്ത് ചെയ്യുക അവിടെ കാണിക്കുക കേട്ടോ. ഇറ്റ് മസ്റ്റ് ബി കംപ്ലീറ്റഡ് ബൈ ഡെലിവറി ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്. എൻഡോഴ്സ്മെൻറ്റ് എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യുക, ആ ഇൻസ്ട്രുമെൻറ്റ് ഡെലിവർ ചെയ്യുന്നത് എപ്പോഴാണോ അപ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുക.
Delivery must made by the endorser himself or by somebody on his behalf with the intention of passing the property therein. Endorser അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി മറ്റൊരാൾക്കോ എന്ത് ചെയ്യാം ഈ ഡെലിവറി ചെയ്യാം. Thus, where a person endorses an instrument to another and keep it in his papers, what is found after his death, then delivered to endorsee, the later gets no right on the instrument. അതായത് ഒരു പേഴ്സൺ എന്ത് ചെയ്തു, ഒരു ബില്ല് എൻഡോസ് ചെയ്തു, അതിന് അദ്ദേഹത്തിന് സൂക്ഷിച്ചു വെച്ചു. അദ്ദേഹത്തിന് ഡെത്ത് കഴിഞ്ഞ ശേഷമാണ് അത് കാണുന്നത് എന്ന് വെച്ചോ. അപ്പോൾ ഇതിന് എൻഡോസിക്ക് ഡെലിവറി ചെയ്താലും എൻഡോസിക്ക് റൈറ്റ് ഒന്നും കിട്ടില്ല എന്നാണ് പറയുന്നത്. ഇറ്റ് മസ്റ്റ് ബി എൻ എൻഡോഴ്സ്മെൻറ്റ് ഓഫ് എൻറ്റയർ ബില്ല് എൻഡോഴ്സ് ചെയ്യണം. സപ്പോസ് 10,000 റുപ്പീസിൻ്റെ ബില്ലാണെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ എൻഡോസ് ചെയ്ത് വയ്ക്കുകയാണ്. പേ 5,000 ടു എ എന്ന ആൾക്ക് 5,000 റുപ്പീസാണ് ഇത് പ്രകാരം കൊടുക്കേണ്ടതെന്ന് എഴുതി വെച്ചാൽ അതൊരു വാലിഡ് എൻഡോഴ്സ്മെൻറ്റ് അല്ല. കാരണം 10,000 റുപ്പീസിൻ്റെ ബില്ലാകുമ്പോൾ 10,000 റുപ്പീസും എൻഡോസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മളത് എൻഡോഴ്സ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. Partial endorsement, that is which purports to transfer to the endorsee a part only of the amount payable, doesn't operate as a valid endorsement. അങ്ങനെ ഒരു പാർഷ്യൽ ആയിട്ടുള്ള എൻഡോഴ്സ്മെൻറ്റ് എന്നതൊരു വാലിഡ് ആയിട്ടുള്ള എൻഡോഴ്സ്മെൻറ്റ് അല്ല. ഓക്കെ. So classes of endorsement may be blank or general, special or full, partial, restrictive, conditional. So first one, blank or general endorsement. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ്. മിയർ സൈനിങ്, അതാണ് ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇറ്റ് ഈസ് എൻ എൻഡോഴ്സ്മെൻറ്റ് വെൻ ദ എൻഡോഴ്സർ മിയർലി സൈൻസ് ഓൺ ഇൻസ്ട്രുമെൻറ്റ് വിത്തൗട്ട് മെൻഷനിങ് ദ നെയിം ഓഫ് ദ പേഴ്സൺ ഇൻ ഹൂസ് ഫേവർ ദ എൻഡോഴ്സ്മെൻറ്റ് ഇസ് മെയ്ഡ്. എന്താണ് എൻഡോഴ്സർ മിയർലി വെറുതെ എന്താണ് ഇൻസ്ട്രുമെൻറ്റിൽ സൈൻ ചെയ്യണം, എൻഡോഴ്സ് ചെയ്യുന്നു, ബട്ട് ഏത് പേഴ്സൺ ആണെന്ന് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യുന്നില്ല. എൻഡോഴ്സ്മെൻറ്റ് ഇൻ ബ്ലാങ്ക് സ്പെസിഫൈസ് നോ എൻഡോഴ്സിനെ എന്ത് ചെയ്യുന്നില്ല, സ്പെസിഫൈ ചെയ്യുന്നില്ല. ഇറ്റ് സിംപ്ലി കൺസിസ്റ്റ് ഓഫ് ദ സിഗ്നേച്ചർ ഓഫ് ദ എൻഡോഴ്സർ ഓൺ ദ എൻഡോഴ്സ്മെൻറ്റ്. സപ്പോസ് എ ബിൽ ഈസ് പേയബിൾ ടു എക്സിന് പേ ചെയ്യുള്ളൊരു ബില്ലാണ്. അപ്പോൾ എക്സിൻ്റെ കയ്യിലാണല്ലോ ബില്ല്. അപ്പോൾ എക്സ് എന്ത് ചെയ്യണം, എക്സ് എൻഡോഴ്സ് ചെയ്യാണ് ദ ബിൽ ബൈ സിംപ്ലി അപ്വൈസിങ് സിഗ്നേച്ചർ. അദ്ദേഹത്തിന് സിഗ്നേച്ചർ മാത്രം കൊടുത്തുകൊണ്ട് എൻഡോഴ്സ് ചെയ്യാണ്. ദിസ് ഇസ് എൻ എൻഡോഴ്സ്മെൻറ്റ് ബ്ലാങ്ക് ബൈ എക്സ്. ഇൻ ദിസ് കേസ് ദ ബിൽ ബിക്കംസ് പേയബിൾ ടു ബെയറർ. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു സ്പെസിഫിക് എൻഡോഴ്സിനൊന്നും മെൻഷൻ ചെയ്യാതെ ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ലാസ്റ്റ് ബില്ല് ആരുടെ കയ്യിലാണ് വരുന്നത്, മീൻസ് ബെയറർ എന്ന് പറഞ്ഞാൽ ബില്ല് അപ്പോൾ ഹോൾഡ് ചെയ്തിരിക്കുന്നത് ആരാണോ അവർക്കായിരിക്കും അതിൻ്റെ പേയ്മെൻറ്റ് വരിക. ഓക്കെ. There is no difference between a bill or not endorsed in blank and one payable to bearer. They both can negotiate by delivery. അപ്പോൾ payable to bearer ഇൻസ്ട്രുമെൻറ്റും അല്ലെങ്കിൽ എൻഡോഴ്സ്മെൻറ്റ് ബ്ലാങ്കും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. രണ്ടും ബെയർക്കാണ് എന്താ പറയുക പേയ്മെൻറ്റ് വരിക. പിന്നെ ഇത് ജസ്റ്റ് ഡെലിവറി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അതിലൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പേഴ്സണെ മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് വി ക്യാൻ എൻഡോഴ്സ് ഇറ്റ് ബൈ അല്ലെങ്കിൽ വി ക്യാൻ നെഗോഷിയേറ്റ് ബൈ മിയർ ഡെലിവറി. എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല അല്ലേ. ഇനി നെക്സ്റ്റ് സ്പെഷ്യൽ ഓർ ഫുൾ എൻഡോഴ്സ്മെൻറ്റ്. when the endorsement contains not only the signature of the endorser, signature മാത്രമല്ല, but also the name of the person in whose that the favor is endorsement is made, then it is endorsement in full. പക്ഷേ ആർക്ക് വേണ്ടിയാണ് ഈ എൻഡോഴ്സ്മെൻറ്റ്, ആരുടെ അനുകൂലമായിട്ടാണ് എൻഡോഴ്സ്മെൻറ്റ് നടത്തുന്ന പേരും കൂടി ഉണ്ടെങ്കിൽ എന്താണ് ഇതൊരു സ്പെഷ്യൽ എൻഡോഴ്സ്മെൻറ്റ് ആണ്, അല്ലെങ്കിൽ എൻഡോഴ്സ്മെൻറ്റ് ഇൻ ഫുൾ ആണ്. Thus when endorsement is made by the writing the words, എങ്ങനെയാണ് ഈ വേർഡ്സ് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് തന്നെ എടുത്തിട്ട് ഇപ്പോൾ പേ ടു എ ഒരു ഏസ് ഓർഡർ ഏത് ടൈപ്പ് ഓഫ് എൻഡോഴ്സ്മെൻ്റ് ആണ് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ എന്താണ് ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇത് സ്പെഷ്യൽ എൻഡോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ എൻഡോഴ്സ്മെൻറ്റ് ഇൻ ഫുള്ളാണ്. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളിപ്പോൾ ഇതിൽ കണ്ടില്ലേ ജസ്റ്റ് ഒരു സൈൻ മാത്രമായിട്ടുള്ളൂ, അത് ഏത് ടൈപ്പ് ഓഫ് എൻഡോഴ്സ്മെൻറ്റ് ആണെന്ന് ചോദിച്ചാൽ അതെന്താണ്, അതൊരു എൻഡോഴ്സ്മെൻറ്റ് ഇൻ ബ്ലാങ്ക് ആണ്. ഇങ്ങനെ വരുന്ന ടേംസ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് പ്രകാരം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുക എങ്ങനെയാണ് സ്പെഷ്യൽ എൻഡോഴ്സ്മെൻറ്റ് വേർഡ്സ് നോക്കൂ. പേ ടു എ ഓർ ഏസ് ഓർഡർ. ഒന്നെങ്കിൽ എയ്ക്ക് പേ ചെയ്യുക അല്ലെങ്കിൽ ഏസ് ഓർഡറിന് പേ ചെയ്യുക. പിന്നെ ഒന്ന് ഓർഡർ പേ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സ്പെസിഫിക് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ സ്പെസിഫിക് ഓർഗനൈസേഷനൊക്കെ പറഞ്ഞാൽ പേ ടു ഓർഡർ എന്ന് പറയുക. അപ്പോൾ ഇങ്ങനത്തെ വേർഡ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ സ്പെഷ്യൽ എൻഡോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ഫുൾ എൻഡോഴ്സ്മെൻറ്റ് ആണ്. ഓക്കെ. Followed by the signature of the endorser. It's an endorsement in full. In such endorsement, angle endorsement, it's only the endorser who can transfer the instrument. ആർക്കാണോ നമ്മൾ എൻഡോസ് ചെയ്യുന്നത്, ആർക്ക് എൻഡോസ് ചെയ്യുന്നത്,
ഏക്കാണ്. അപ്പോൾ ആ എൻഡോസിക്ക് മാത്രമേ പിന്നെ ഇൻസ്ട്രുമെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ബെയർക്ക് ആരെങ്കിലും ബില്ലെടുക്കുന്നത് അദ്ദേഹത്തിന് അത് പിന്നെ എൻഡോസ് ചെയ്യാനോ ട്രാൻസ്ഫർ ചെയ്യാനൊന്നും സാധിക്കില്ല. ഓൺലി ദ എൻഡോസ് യു ക്യാൻ ട്രാൻസ്ഫർ ദ ഇൻസ്ട്രുമെൻറ്റ് ആഫ്റ്റർ സ്പെഷ്യൽ എൻഡോസ്മെൻറ്റ്. ഓക്കെ. അപ്പോൾ എൻഡോസ്മെൻറ്റ് ഇൻ ബ്ലാങ്ക് മിയർ സിഗ്നേച്ചർ മാത്രമേ ഉണ്ടാവും. അതിൻ്റെ ഒരു പേബിൾ വരുന്ന ബെയർക്കാണ്. സിമ്പിൾ ഡെലിവറി നമുക്കത് നെഗോഷിയേറ്റ് ചെയ്യാം. എൻഡോസ്മെൻറ്റ് ഫുൾ സിഗ്നേച്ചർ മാത്രമല്ല നെയിം ഉണ്ടായിരിക്കും, ആർക്കാണ് എൻഡോസ് ചെയ്തതെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. പേ ടു എ ഒരു ഏസോഡ് അതുപോലെ കൃത്യമായിട്ട് ഒരു വേർഡിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് എൻഡോസിക്ക് മാത്രമാണ് പിന്നെ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. മിയർ ഡെലിവറി പ്രകാരവും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല, ഓൺലി എൻഡോസ്മെൻറ്റ് പ്രകാരം. Partial endorsement. A partial endorsement is one which purpose to transfer the endorsed a part only of the amount payable on the instrument. Such an endorsement doesn't operate as a negotiation of instrument. ഞാൻ ഓൾറെഡി പറഞ്ഞു പാർഷ്യൽ എൻഡോഴ്സ്മെൻറ്റ് എന്താണ്, അതിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് ഒരു പാർട്ട് മാത്രം എന്താണ് നമ്മൾ എൻഡോസ് ചെയ്യാണ്. അപ്പോൾ അങ്ങനത്തെ എൻഡോഴ്സ്മെൻറ്റ് നമ്മൾ ശരിക്കും ഒരു പ്രോപ്പർ നെഗോഷിയേഷൻ ഓഫ് ഇൻസ്ട്രുമെൻ്റ് അല്ല. Then restrictive endorsement. The endorsement of an instrument may contain terms making it restrictive. ചില endorsements restricted ആയിരിക്കും. Restrictive endorsement is one which either by express word restrict or prohibit the further negotiation of a bill, or which expresses that it is not a complete and unconditional transfer of the instrument, but its mere authority to endorse the endorsee to deal with the bill as directed by such endorsement. Restrictive endorsement എന്ന് പറഞ്ഞാൽ ആ ബില്ലിൽ ചില വേർഡ്സ് എന്ത് ചെയ്യുന്നുണ്ടാവും, ആ ബില്ലിൻ്റെ ഫേർദർ നെഗോഷിയേഷൻ എന്ത് ചെയ്യുന്നതും റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് പ്രോഹിബിറ്റ് ഉണ്ടാകും. ആ ബില്ല് പിന്നെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ബില്ല് കംപ്ലീറ്റ് അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ട്രാൻസ്ഫർ ഓഫ് ഇൻസ്ട്രുമെൻ്റ് എന്നൊരു ക്യാരക്ടർ ഒന്ന് മാറും. കാരണം അതിൻ്റെ ചില വേർഡ്സ് കാര്യങ്ങളതിനെ പ്രോഹിബിറ്റ് ചെയ്യും ഫർദർ നെഗോഷിയേഷനിൽ നിന്ന്. അപ്പോൾ എന്താണ് പേ സി ഫോർ മൈ യൂസ്, പേ സി ഫോർ ദ അക്കൗണ്ട് ഓഫ് ബി, ഇങ്ങനെ മാത്രം ഇങ്ങനത്തെ വേർഡ്സ് അല്ലേ. ഇത് കൃത്യമായി നോട്ട് ചെയ്യണം, പിന്നെയും ഇവിടെ കൃത്യമായി നോട്ട് ചെയ്യണം കേട്ടോ. പേ സി അവിടെ സിക്ക് മാത്രം, പിന്നെ നമ്മളൊന്നും പറയുന്നില്ല. ഓക്കെ. പേ സി ഫോർ മൈ യൂസ്, പേ സി ഫോർ ദ അക്കൗണ്ട് ഓഫ് ബി, പിന്നെ ഒന്നും നമ്മൾ പറയുന്നില്ല, അത് കൃത്യം അവർക്ക് മാത്രം, പിന്നെ ഒരു ഫർദർ നെഗോഷിയേഷൻ അവിടെ വരുന്നില്ല. Are instance of restrictive endorsement. The endorsee under restrictive endorsement acquires all the right of endorser except the right of negotiation. ഈ എൻഡോഴ്സ്മെൻറ്റിൽ റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റിൽ ഇപ്പോൾ സിക്ക് നമ്മൾ എൻഡോസ് ചെയ്ത് കൊടുത്ത് സിക്ക് എൻഡോഴ്സ്മെൻറ്റ് ആ ബില്ലിൽ വരുന്ന എല്ലാ റൈറ്റ്സും കിട്ടും. ബട്ട് ഹി ക്യാൻ നോട്ട് ഫർദർ നെഗോഷിയേറ്റ് ദ ബിൽ. പിന്നെ ബില്ല് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല, പിന്നെ ബില്ല് ഡെലിവറി ചെയ്യാനോ എൻഡോഴ്സ്മെൻറ്റ് ചെയ്യാനോ പറ്റില്ല. അവിടെ കഴിഞ്ഞു. റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റ് ആണത്. ഓക്കെ. എക്സിറ്റ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ചില വേർഡ്സ് കാര്യങ്ങൾ ഫർദർ നെഗോഷിയേഷന് തടയുകയാണ്. പിന്നെ ബില്ല് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ ബില്ലിൻ്റെ എല്ലാ തരത്തിലുള്ള റേറ്റ് മാർക്ക് കിട്ടും, എൻഡോസ് കിട്ടും, പക്ഷേ ഫർദർ ആ ഒരു ബില്ല് നമുക്ക് എൻഡോസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പേ സി, പിന്നെ വേറൊരു അല്ലെങ്കിൽ ഇവിടെ നോക്കൂ, പേ നമ്മളെ സ്പെഷ്യൽ പേ ടു എ ഓർ എസ് ഓർഡർ, അവിടെ ഒരു ഓർ കണ്ടോ. പക്ഷെ ഇവിടെ അങ്ങനെ പേ സി ഫോർ മൈ എസ്, പേ സി ഫോർ ദ അക്കൗണ്ട് ഓഫ്, പിന്നെ ഒരു പോസിബിലിറ്റി പറയുന്നില്ല. ഓക്കെ. ദെൻ അടുത്തൊരു ടൈപ്പാണ് കണ്ടീഷണൽ ക്വാളിഫൈഡ് എൻഡോഴ്സ്മെൻറ്റ്. ഇറ്റ് ഈസ് ഓപ്പൺ ടു ദ എൻഡോസർ ടു അനക്സ് സം കണ്ടീഷൻ ടു ഹിസ് ഓണർ ലയബിലിറ്റി ഓഫ് ദ എൻഡോഴ്സ്മെൻറ്റ്. അല്ലേ, ആ ഒരു ബില്ലിൻ്റെ ഓണർക്ക് ചില ലയബിലിറ്റീസ് ഉണ്ട്. ആ ലയബിലിറ്റീസിനെ കുറിച്ച് സം കണ്ടീഷൻസ് നമുക്ക് ബില്ലിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും എൻഡോസർക്ക്. എൻഡോഴ്സ്മെൻറ്റ് വേർ ദ എൻഡോസർ ലിമിറ്റ് ഓർ നെഗറ്റീവ്സ് ലയബിലിറ്റി ബൈ പുട്ടിങ് സം കണ്ടീഷൻ ഇൻ ദ ഇൻസ്ട്രുമെൻറ്റ് ഇസ് കോൾഡ് കണ്ടീഷണൽ എൻഡോഴ്സ്മെൻറ്റ്. ഒരു എൻഡോസി അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി കുറയ്ക്കുകയോ അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുകയോ ചെയ്യുന്ന തരത്തിൽ ചില കണ്ടീഷൻസ് ഇൻസ്ട്രുമെൻറ്റിൽ ഉൾക്കൊള്ളിക്കുന്നതിന് എന്താണ് കണ്ടീഷണൽ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുക. ആ കണ്ടീഷൻ ഇമ്പോസ്ഡ് ബൈ എൻഡോസർ മേ ബി കണ്ടീഷൻ പ്രിസീഡൻറ്റ് ഓർ എൻഡോസർ അല്ലെങ്കിൽ എൻഡോസി കേട്ടോ. കണ്ടീഷൻ പ്രിസിഡൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ കണ്ടീഷൻ സബ്സീക്വൻ്റ് ആയിരിക്കും. An endorsement which says that the amount will become payable if the endorsee attains majority embrace a condition precedent. ഒരു എൻഡോഴ്സ്മെൻറ്റ് പറയുകയാണ് എമൗണ്ട് പേയബിൾ ആവുന്നത് എപ്പോഴാണ്, എൻഡോഴ്സിക്ക് മെജോറിറ്റി അറ്റൈൻ ചെയ്യുമ്പോഴാണെന്ന് പറഞ്ഞാൽ ആ ഒരു കണ്ടീഷൻ എന്താ, കണ്ടീഷൻ പ്രിസിഡൻ്റ് ആണ്, ഓൾറെഡി അതിന് മുന്നേ വെച്ചതാണ്, അല്ലെ പ്രിസിഡൻ്റ് ആണ്. A conditional endorsement, unlike the restrictive endorsement, doesn't affect the negotiability of the instrument. ഒരു കണ്ടീഷണൽ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റ് പോലെയല്ല. ഇവിടെ നമുക്ക് ഫർദർ നെഗോഷിയേഷനുള്ള ഒരു ചാൻസ് ഉണ്ട്, ഒരു പോസിബിലിറ്റി ഉണ്ട്.
It is also sometimes called qualified endorsement. Qualified endorsement ഒന്നും conditional endorsement പറയാറുണ്ട്. An endorsement may be conditional qualified in any of the following forms. First one, sans recourse endorsement. എന്തെന്ന് വെച്ചാൽ an endorser may be express would exclude his own liability though onto the endorser or any subsequent holder in case of dishonor of instrument ആണ്. ഈ ഇൻസ്ട്രുമെൻ്റ് ഡിസോണർ ആവുകയാണെങ്കിൽ ആ എൻഡോസർ അദ്ദേഹത്തെ ആ ഒരു ലയബിലിറ്റി നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള വേർഡ് അതിൽ കൊടുക്കുകയാണെങ്കിൽ അതാണ് സാൻഡ് റിക്കോസ് എൻഡോഴ്സ്മെൻറ്റ്. അതായത് ആ എൻഡോസർ അതുപോലെ തന്നെ സബ്സിക്വൻറ്റ് ഹോൾഡേഴ്സ് എന്താണ് ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഡിസോണർ കേസിൽ നിന്ന് അവരുടെ ലയബിലിറ്റി എക്സ്ക്ലൂഡ് ചെയ്യാണ്. Such an endorsement is called endorsement sans recourse without recourse. Thus, paid to A or order sans recourse or paid to A order without recourse to me means അങ്ങനത്തെ ഈ ടൈപ്പ് ഓഫ് എൻഡോഴ്സ്മെൻ്റ് ആണ്. അതായത് ഇവിടെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഡിസോണർ ആവുകയാണെന്ന് വെച്ചോ ആ സബ്സിക്വൻറ്റ് ഹോൾഡേഴ്സിനോ അല്ലെങ്കിൽ എൻഡോഴ്സിക്കോ ഈ എൻഡോഴ്സർ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടി പറ്റില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, എൻഡോസ് ചെയ്തിട്ടുള്ളത്. Here, if the instrument is dishonored, the subsequent holder or the endorsee cannot look the endorser for the payment of this thing. An agent signing a negotiable instrument may exclude his personal liability by using the words to indicate that he is signing as agent only. ഇവിടെ ഞാൻ പിന്നെയും പറഞ്ഞിട്ട് ഈ വേർഡ്സ് നോക്കണേ. പേ ടു എ ഓർ ഓർഡർ സാൻ റിക്വസ്റ്റ് ഓർ പേ ടു എ ഓർ ഓർഡർ വിത്തൗട്ട് റിക്വസ്റ്റ് ടു മീ. ആ ഒരു വേർഡ് നോക്കണം കേട്ടോ. അത് വെച്ച് ചോദിച്ചിട്ടുണ്ടേ വിച്ച് ടൈപ്പ് ഓഫ് ബില്ലെന്ന് പറഞ്ഞ് ചോദിക്കും. സോ നമുക്ക് പറയണം എന്താണ് സാൻ റിക്വസ്റ്റ് എൻഡോഴ്സ്മെൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു ഏജൻറ്റ് എന്ന രീതിയിലാണ് ഇവിടെ സൈൻ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾക്ക് ആ എൻഡോസറിന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി എന്ന രീതിയിൽ നമുക്ക് അദ്ദേഹത്തിന് ഈ ഒരു ബില്ലിന് ഡിസ്കൗണ്ട് ആയി കഴിഞ്ഞാൽ പേയ്മെൻറ്റിന് വേണ്ടി സമീപിക്കാൻ സാധിക്കില്ല. A is the example നോക്കൂ. A is the holder of a negotiable instrument excluding personal liability by endorsement without recourse. He transfers the instrument to B and B endorses to C, who endorses to A. A can recover the amount of the bill from B and C. സോറി, ഇതിൻ്റെ ഈ എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ വേറൊരു കേസ് വരികയാണെന്ന് വെച്ചോ കേട്ടോ. ഹോൾഡർക്ക് എന്തില്ല, സാൻ റിക്കോസ് എൻഡോഴ്സ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് ലയബിലിറ്റി ഇല്ല. പക്ഷേ വേറൊരു കേസുണ്ട്, ഈ ഹോൾഡർ ഇത് എൻഡോസ് ചെയ്ത് കൊടുത്തില്ലേ, വേറെ എൻഡോസ് ചെയ്ത് പോയെന്ന് വെച്ചാൽ ഒരാൾക്ക് എൻഡോസ് ചെയ്യുന്നു, മറ്റൊരാൾക്ക് എൻഡോസ് ചെയ്യുന്നു. പക്ഷേ ആ എൻഡോസ്മെൻറ്റ് പിന്നെയും ഈ ഹോൾഡർക്കാണ് വരുന്നതെങ്കിൽ ഹോൾഡർക്ക് ഈ സബ്സിക്വൻറ്റ് ഹോൾഡേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ലയബിലിറ്റി, അവർക്ക് ലയബിലിറ്റി ഉണ്ട്, ഹോൾഡർക്ക് അത് പേയ്മെൻറ്റ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഉണ്ട്. ആ ഒരു എക്സാമ്പിളാണ് ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അതായത് എ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇൻസ്ട്രുമെൻറ്റ് ബിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, ബി സിക്ക് എൻഡോസ് ചെയ്യുന്നു, സി അത് പിന്നെ എക്ക് എൻഡോസ് ചെയ്യുന്ന സമയത്ത് എക്ക് എന്ത് ചെയ്യാം, ബിനെ ചെയ്യുന്നു ആ ഒരു എമൗണ്ട് റിക്കവർ ചെയ്യാം. ആ ഒരു പോസിബിലിറ്റി, ആ ഒരു ചാൻസ് ഇവിടെ ഉണ്ട്. അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സാൻ റിക്കോസ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ലയബിലിറ്റി, എക്സ്ക്ലൂഡിങ് ലയബിലിറ്റിയാണ്. ഹോൾഡർക്ക് പിന്നെ അതിൽ ലയബിലിറ്റി ഒന്നുമില്ല, നമുക്ക് ഹോൾഡറിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ എന്താ ആ ഒരു ലയബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ ബില്ല് ഡിസോണർ ആകുമ്പോൾ നമുക്ക് പോകാൻ പറ്റത്തില്ല. ഇനി facultative endorsement, an endorsement where the endorser extends liability or abandons some right under negotiable instrument is called facultative endorsement. Pay A or order notice or dishonor waived as an example to facultative endorsement. എൻഡോഴ്സ്മെൻറ്റിൽ എൻഡോഴ്സർ അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി എക്സ്റ്റെൻഡ് ചെയ്യാണ് അല്ലെങ്കിൽ കുറച്ച് റൈറ്റ്സ് അബാൻഡ് ചെയ്യാണ്. അങ്ങനത്തെ ടൈപ്പ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ് ഫാക്കൾട്ടേറ്റീവ് എൻഡോഴ്സ്മെൻറ്റ്. ഇവിടെ എന്താണ്, നോട്ടീസ് ഓർ ഡിസോണർ വേവ്ഡ് എന്നാണ്. ഓക്കെ, then sans-frais endorsement where the endorser doesn't want the endorser subsequent holder to incur any expense on his account on the instrument, the endorsement is sans-frais. അതായത് എൻഡോസർക്കോ അല്ലെങ്കിൽ സബ്സിക്വൻറ്റ് ഹോൾഡർക്കോ അദ്ദേഹത്തിൻ്റെ ഒരു അക്കൗണ്ടിൽ ഇൻസ്ട്രുമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ പോലെ ഒരു എക്സ്പെൻസസും എൻക്വയർ ചെയ്യരുത് തരത്തിൽ എൻഡോസ് ചെയ്യുന്നതാണ് sans-frais endorsement എന്ന് പറയുന്നത്. Then liability depends upon a contingency where an endorser makes his liability depend on the happening of a contingent event or make the right of endorser to receive the amount depend upon a contingent event. In such case, the liability of endorser will arise only on the happening of that contingent event. അതായത് ഒരു സ്പെസിഫിക് ഇവൻ്റ് നടക്കുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളൂ ആ ലയബിലിറ്റി
ഡിപ്പെൻഡൻ്റ് ആവുന്നുള്ളൂ, അല്ലെങ്കിൽ ആ സമയത്ത് മാത്രമേ എൻഡോസിക്ക് എന്ത് ചെയ്യുള്ളൂ, ആ ഒരു എമൗണ്ട് പേയബിൾ ആവുന്നുള്ളൂ. ആ ഒരു ഇവൻറ്റ് സ്പെസിഫിക് ഇവൻറ്റ് ഹാപ്പൻ ചെയ്യണം. ആ ഒരു സ്പെസിഫിക് ഇവൻറ്റിൻ്റെ അനുസരിച്ചാണ് ലയബിലിറ്റി ഹോൾഡർക്ക് ലയബിലിറ്റി വരുന്നത്. ഹോൾഡർക്കല്ല, ആ ഒരു എമൗണ്ട് പേ ചെയ്യാൻ ലയബിലിറ്റി വരുന്നത്. സോ ഫോർ എക്സാമ്പിൾ, ദസ് എൻ എൻഡോസർ റൈറ്റ് പേ എ ഓർ ഓർഡർ ഓൺ ഇസ് മാരേജ് വിത്ത് ബി. ബി ആയിട്ടുള്ള മാരേജ് നടക്കുമ്പോഴാണ് ബിൽ പേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ, in such a case the endorser will not be liable under the marriage take place. If the marriage becomes impossible, the liability of the endorser comes to an end. Okay. Then what are the effects of endorsement? The legal effect of a negotiation by endorsement and delivery is to transfer the property and instrument from the endorser to endorsee. എന്താണ് എൻഡോസറിന് എൻഡോസറിലോട്ട് ആ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുക. ടു വെസ്റ്റ് ഇൻ ദ ലേറ്റ് ദ റേറ്റ് ഫെർദർ നെഗോഷ്യൻ, എൻഡോസിക്ക് ഫെർദർ നെഗോഷിയേഷനുള്ള റേറ്റ് കൊടുക്കുക. ഇതിന് റേറ്റ് ടു സ്യൂ ഓൺ ദ ഇൻസ്ട്രുമെൻറ്റ് ഇൻ ഹിസ് ഓൺ നെയിം എഗെയിൻസ്റ്റ് ഓൾ ദ അതർ പാർട്ടീസ്. അതുപോലെ തന്നെ എന്തിൻ്റെ ഓണറോ കാര്യങ്ങളോ വരികയാണെങ്കിൽ ബാക്കിയുള്ള പാർട്ടീസിന് എതിരെ സ്യൂ ചെയ്യാനുള്ള റേറ്റ് കൊടുക്കുക. അപ്പോൾ എന്തൊക്കെയാണ്? ഒന്ന്, എൻഡോസിലോട്ട് ആ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, ആ എൻഡോസിക്ക് ലേറ്റർ പേഴ്സൺ എൻഡോസി ഫോർ ദ നെഗോഷിയേഷനുള്ളൊരു റേറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡിസോണർ വരികയാണെങ്കിൽ അവർക്കെതിരെ സ്യൂ ചെയ്യാനുള്ളൊരു റൈറ്റും കൊടുക്കുക. അപ്പോൾ ഇത്രയാണ്. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, പഠിക്കണം. കാരണം ഇത് നിങ്ങൾ നേരെ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വേർഡ്സ്, അതിൽ വരുന്ന വേർഡ്സ് വെച്ചിട്ടായിരിക്കും നിങ്ങളോട് ചോദിക്കുക. അപ്പോൾ അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി ഒരു 2 ക്ലാസ് കൊണ്ട് നമുക്കൊരു ഈ ഒരു മൊഡ്യൂൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ.